സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന മിൻ അശദ്ദി ഉമ്മതി ലീ ഹുബ്ബാ, എന്നോട് ഏറ്റവും സ്നേഹമുള്ള ഒരു വിഭാഗം ആളുകൾ, ഖൗമുൻ യഅ്തൂന മിൻ ബഅദി യുഹിബ്ബു അഹദുഹും ലൗ യറാനി ബിമാലിഹി വവലദിഹി. പുണ്യനബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉമ്മത്തികളിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവർ ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത, ഇനി എന്റെ കാലശേഷം വരാൻ പോകുന്ന, എന്റെ വഫാത്തിന് ശേഷം ലോകത്ത് വരാൻ പോകുന്ന അന്നവർക്ക് എന്നെ ജീവനോടെ കാണാൻ അവസരമുണ്ടാകില്ല. യവദ്ദു അഹദുഹും, അവരോരോരുത്തരും കൊതിച്ചു പോകും, ലൗ യറാനി ബിമാലിഹി വഅഹ്ലിഹി വവലദി, സമ്പത്തും മക്കളും കുടുംബവും എല്ലാം ഞാൻ തരാം റബ്ബേ, അതിനു പകരം എന്റെ റസൂലിനെ ഒരു നോക്ക് കാണാൻ നീ എനിക്ക് അവസരം നൽകുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവരാണ് എന്റെ ഉമ്മത്തികളിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ കാണുക എന്നതാണ് അടുത്ത ലക്ഷ്യം, ഏറ്റവും പരമമായ ലക്ഷ്യം അള്ളാഹുവിനെ കാണലാണ്. രണ്ട്, പുണ്യനബിയെ കാണലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. നാളെ പരലോകത്ത് ചില ആളുകളെ അള്ളാഹു ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ ശിക്ഷകൾ വിവരിച്ചെടുത്ത് അള്ളാഹു പറഞ്ഞത്, അവരൊരിക്കലും അള്ളാഹുവിനെ കാണാൻ ഭാഗ്യമുള്ളവരാകുകയില്ല, അവർക്ക് അള്ളാഹുവിനെ കാണാൻ അവസരമുണ്ടാവുകയില്ല. അള്ളാഹുവിനെ കാണാതിരിക്കുന്നത് ഒരു ശിക്ഷയാണത്രേ. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. ഈ മനുഷ്യർക്ക് വേണ്ടിയാണ് അള്ളാഹു സ്വർഗം പടച്ചത്, ജിന്നുകൾക്ക് വേണ്ടി. നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ ഉപ്പയായ ആദം അലൈഹിസ്സലാമിന്റെ മുതുകിൽ ഞാനും നിങ്ങളും കോടാനുകോടി വരാൻ പോകുന്ന മനുഷ്യർ അന്ന് ആദം അലൈഹിസ്സലാമിന്റെ സുൽബിലുണ്ട്. ആ അവസ്ഥയിലാണ് മലക്കുകളെ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വല്ലിപ്പയായ ആദ്യ പിതാവ് ആദം അലൈഹിസ്സലാമിന്റെ മുതുകിൽ ഇരിപ്പുണ്ട് എന്നാണ് ആ വാക്കിനർത്ഥം. എന്നിട്ട് അല്ലാഹു നമ്മെ പുകഴ്ത്തുകയാണ്. നമ്മൾ ഒരു നേരം അല്ലാഹുവിന് വേണ്ടി ഭക്ഷണം കഴിക്കാതെ ഒരു പകലന്തിയോളം നോമ്പെടുത്താൽ ആ നോമ്പെടുക്കുന്ന സമയം നമ്മൾ അന്നപാനീയങ്ങൾ ഉപയോഗിക്കുന്നവരല്ല. ആ നേരത്ത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ വായയിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധം, വല്ലാഹി ലഖലൂഫു ഫമിസ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. സുഗന്ധമാണ്, കസ്തൂരിയെക്കാളും മസ്കിനെക്കാളും സുഗന്ധമുണ്ട് അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്ന ഒരു വിശ്വാസിയുടെ വായക്ക് എന്ന് അള്ളാഹു പറയുമ്പോ, ഒരു നേരമല്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭക്ഷണം കഴിക്കാത്തവരാണ് മാലാഖമാർ. എന്നാൽ മലക്കുകളുടെ പട്ടിണിയെ കുറിച്ച് അള്ളാഹു എന്തെങ്കിലും പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടോ? മലക്കുകൾ ഭക്ഷണം കഴിക്കുന്നില്ല, അവര് വെള്ളം കുടിക്കുന്നില്ല. എന്നാൽ അതിനെ അള്ളാഹു ഒരു മഹ്മദത്തായി സ്തുതിക്കപ്പെടുന്ന ഒരു കാര്യമായി പറഞ്ഞില്ല. മനുഷ്യർ നോമ്പെടുത്താൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആ വായക്ക് സുഗന്ധമുണ്ട് എന്ന് പറഞ്ഞവനാണ് അള്ളാഹു. മലക്കുകൾക്ക് ഉറക്കമില്ല, അവർ ഉറങ്ങുന്നവരല്ല, അവർ വിശ്രമിക്കുന്നവരല്ല. എന്നാൽ മനുഷ്യൻ ഒരു നേരം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ ആ ഉറക്കമിളക്കുന്നതിനെ അള്ളാഹു പുകഴ്ത്തി പറയുന്നു. മലക്കുകൾ ഉറങ്ങാതിരിക്കുന്നുണ്ട്, അള്ളാഹു പുകഴ്ത്തിയോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. തിരിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ആരാരും അറിയാതെ, ആ എഴുന്നേൽക്കുന്ന ആളും അല്ലാഹുവല്ലാതെ മറ്റാരും അറിയാതെ വളരെ സ്വകാര്യമായി നിസ്കരിക്കുന്ന ആ ഒരു നിസ്കാര നേരത്ത് ബെഡിൽ നിന്ന് എണീക്കുന്ന ആ ഉണർച്ചയാണ് അല്ലാഹു പുകഴ്ത്തുന്നത്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ. കിടപ്പറകളിൽ നിന്ന് എഴുന്നേൽക്കുന്നവരാണ് എൻ്റെ സത്യവിശ്വാസികൾ. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ.
അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടും അവന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടും എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരെ, ആ നേരത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യൻ ഒഴിവാക്കുന്ന കുറച്ചു നേരം ഉറങ്ങാതിരിക്കുന്നതിനെ അള്ളാഹു പുകഴ്ത്തിയല്ലോ. മാലാഖമാർ അവരെ അള്ളാഹു പടച്ചതു മുതൽ അവരെ മരിപ്പിക്കുന്നത് വരെ ഉറങ്ങുന്നവരല്ല. എന്നിട്ട് പോലും അള്ളാഹു അവരുടെ ഉറക്കമിളക്കലിനെ റബ്ബ് പുകഴ്ത്തി പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ ഇതിനെ പറഞ്ഞു. നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ മഹാന്മാരായ പ്രവാചകന്മാരുടെ ജിഹ്വകളിലൂടെ അള്ളാഹു എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥന നടത്തിയിട്ടില്ലേ? സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, അള്ളാഹുവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന മുഅ്മിനീങ്ങൾക്കും ഇനി ലോകാവസാനം വരെ വരാൻ പോകുന്ന വിശ്വാസിനികൾക്കും അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണമേ എന്ന് പറഞ്ഞതിൽ ഞാനും നിങ്ങളും മുഅ്മിനാണെങ്കിൽ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം ഇറാഖിന്റെയും തുർക്കിയുടെയും പരിസര ഭാഗങ്ങളിൽ മെസപ്പൊട്ടേമിയയിൽ ദഅവത്തിന് വന്ന സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, ആ പ്രവാചകന്റെ പ്രാർത്ഥന അള്ളാഹു നാം അറിയാതെ നമുക്ക് നൽകിയില്ലയോ? റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. എല്ലാ വിശ്വാസിനികൾക്കും എന്തിനേറെ നമ്മുടെ ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തുവല്ലോ. നബി തങ്ങളോടാണ് അല്ലാഹു പറയുന്നത്, നബിയേ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക് വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നബിയേ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായവൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് നബിയെ നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് ആ ഇൽമുണ്ടാവണം. മുഅ്മിനീങ്ങളെ നിങ്ങൾക്കും അറിവുണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നത് മാത്രമല്ല, ഫഅലം ഹൃദയത്തിനുള്ളിൽ ബോധിക്കണം. ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ ഈ പ്രപഞ്ചത്തെ പടക്കുകയും എന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണപ്പെടാതിരിക്കുകയും നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുകയും നമ്മുടെ റൂഹിനെ ശരീരത്തെ നിയന്ത്രിക്കുകയും പ്രപഞ്ചത്തെ മുഴുവൻ റുബൂബിയത്ത് ചെയ്യുകയും ചെയ്യുന്ന, ഇതിനെ തർബിയത്ത് ചെയ്യുന്ന അല്ലാഹുവാണ് ആരാധനക്കർഹനെന്ന് നിങ്ങൾക്ക് ബോധിക്കണമേ. ഫഅലം, അതൊരു അറിവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അറിയണമേ നബിയെ. വസ്തഗ്ഫിർ ലിദംബിക, അങ്ങ് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണമേ. അങ്ങേക്കും വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ സന്തുഷ്ടരായി നിൽക്കുന്ന ഒരു നേരത്ത് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ് ഇന്നലി ഇലൈക ഹാജ, നബിയേ എനിക്ക് അങ്ങയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി എന്ന നമ്മുടെ ഉമ്മയുടെ, ഹബീബിന്റെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്, സിദ്ദീഖ് എന്നവരുടെ മോള് മഹദിയായ ആയിഷത്തു സിദ്ദീഖ ബിന്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹാ. ഇന്നലി ഇലൈക ഹാജ സലീനി യാ ആയിഷ, ആയിഷ നിങ്ങൾ ചോദിച്ചോളൂ എന്താണ് വേണ്ടത്. ഇതിനുശേഷമാണ് നബി തങ്ങളോട് കാര്യം പറയുന്നത്. യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യഗ്ഫിറ ലീ, ഞാനൊരു ചെറുപ്പക്കാരിയാണല്ലോ, അങ്ങയോട് കുസൃതിയിൽ പെരുമാറുന്നവരാണ്. പുന്നാര നബിയെ, അങ്ങ് സന്തുഷ്ടരായി നിൽക്കുന്ന നേരമല്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അങ്ങയോട് ചോദിക്കാൻ പറ്റിയ നേരമാണ്. അതുകൊണ്ട് ചോദിക്കട്ടെയോ? അങ്ങ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. ഈ ആയിഷക്ക് അള്ളാഹു പുറത്തു തരാൻ ദുആ ചെയ്യണേ. അതാണ് ചോദിച്ചത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ബുദ്ധിയാണത്. ഒരു വസ്ത്രം വേണമെന്നോ ഒരാഭരണം വേണമെന്നോ ഒരിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പോവല്ലേ എന്നോ അതൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷേ ബീവി ചോദിച്ചൊരു ചോദ്യം, ഉദ്ഉല്ലാഹ അൻ യഗ്ഫിറ ലീ, അല്ലാഹുവിനോട് നബിയെ എനിക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണമേ. അങ്ങയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമല്ലോ. എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അങ്ങനെ നബി തങ്ങൾ ദുആ ഇറക്കുകയാണ്.
അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ. അല്ലാഹുവേ എൻ്റെ ഭാര്യയായ ആയിഷക്ക് പുറത്തു കൊടുക്കണേ, ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണമേ, ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണമേ. അന്നേരം സന്തോഷവതിയായി മുഖപ്രസന്നയായി മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചിരിച്ചപ്പോ പുണ്യനബി ചോദിച്ചു, അസുരിർത്തിയ ആയിഷ, അങ്ങേക്ക് സന്തോഷമായില്ലയോ ആയിഷ, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? തീർച്ചയായും നബിയേ, എന്തുകൊണ്ട് സന്തോഷിക്കാതിരിക്കണം? വകൈഫ ലാ ഉസർ വഖദ് ദഅാലി റസൂലുള്ളാഹ്, ലോകത്തിന്റെ ഗുരു അല്ലാഹുവിന്റെ തിരുദൂതരല്ലേ എനിക്ക് വേണ്ടി ദുആ ചെയ്തത്. എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് അങ്ങ് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ നബിയെ. അതുകൊണ്ട് ഞാൻ വലിയ സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം. അപ്പോഴാ നബി തങ്ങളുടെ മറുപടി, ആയിഷ നിങ്ങൾക്കറിയുമോ ആയിഷ, എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി അല്ലാഹുവേ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാതെ പോകുന്ന ഒരു രാത്രിയുമില്ല ആയിഷ. എല്ലാ രാത്രിയിലും എൻ്റെ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നബിയാണ് ഞാനെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടത്രേ എല്ലാ രാത്രിയിലും. അത്രമേൽ അല്ലാഹു നമ്മെ സഹായിച്ചിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന വിഷയം നമ്മുടെ ഒരു മനക്കരുത്തുകൊണ്ട് നമ്മളെ തന്നെ അല്ലാഹുവിന് വേണ്ടി കീഴ്പ്പെടുത്താനും നമ്മുടെ ശരീരേച്ഛകളെ, ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാനും, നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാനും, നമ്മുടെ കാതിനെ നിയന്ത്രിക്കാനും, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കുന്നിടത്താണ് തസ്കിയത്ത് നടക്കുന്നത്, നമ്മുടെ സ്വഭാവം നന്നാകുന്നത്. ഹജ്ജ് നടക്കുന്നു, വിശുദ്ധമായ ഹജ്ജ്. പുണ്യനിബിതങ്ങൾ സംബന്ധിച്ച ഒരേ ഒരു ഹജ്ജാണ് ഉണ്ടായത്. ആ ഹജ്ജിൽ ഹബീബിന്റെ കൂടെ 1,23,000-ലേറെ സ്വഹാബിമാർ ഹബീബിന്റെ കൂടെ ഹജ്ജിൽ സംബന്ധിച്ചു എന്നാണ് ചരിത്രം. ഹജ്ജിൽ നടക്കുമ്പോൾ ഓർക്കേണമേ, സ്വഹാബിമാർ പലരും അറിഞ്ഞില്ല ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെയുള്ള ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജായിരിക്കുമെന്ന്. പുണ്യനബി അവരുടെ ഖസ്വ എന്ന് പറയുന്ന ഒട്ടകപ്പുറത്ത് നബി തങ്ങളുടെ പിറകിലിരിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ, ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അബ്ബാസ് എന്നവരുടെ മകൻ ഫദ്ൽ എന്നവർ. അബ്ബാസ് എന്നവരുടെ പ്രസിദ്ധരായ 3 മക്കളാണ്. ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഫദ്ൽ ഇബ്നു അബ്ബാസ്, മറ്റൊന്ന് ഖുസം ഇബ്നു അബ്ബാസ്. ഖുസം തങ്ങൾ കിടക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ഇമാം ബുഖാരി തങ്ങളുടെ അന്ത്യവിശ്രമസ്ഥാനം കിടക്കുന്ന അവനു അന്ത്യവിശ്രമം കൊള്ളുന്നത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ ത്വായിഫിലുണ്ട്. നമ്മുടെ ചരിത്ര പുരുഷൻ, അവരുടെയൊക്കെ സഹോദരൻ, ഇളയ സഹോദരൻ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നബി തങ്ങളുടെ ഒട്ടകപ്പുറത്താണ് നിൽക്കുന്നത്. നബി തങ്ങളോട് പലരും വന്ന് ഹജ്ജിന്റെ സംശയം ചോദിക്കുന്നുണ്ട്. നബിയേ, ഞാൻ കല്ലെറിഞ്ഞില്ല, ഇനി എന്താ ചെയ്യേണ്ടത്? നബിയേ, ഞാൻ എൻ്റെ ഹദീ കൊണ്ടുവന്നിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? നബിയേ, ഞാൻ തവാഫ് ചെയ്തില്ല, ഇനി എപ്പോഴാ ചെയ്യേണ്ടത്? ഹജ്ജിന്റെ മസലകൾ ഓരോന്ന് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനായ ഫദ്ൽ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ഒട്ടകപ്പുറത്തുണ്ട്. തങ്ങളാണവര്. അബ്ബാസ് എന്നവരുടെ മോനാണ്. അബ്ബാസ് എന്നവര് സ്വഹാബിയാ, നബി തങ്ങളുടെ എളാപ്പയാണ്. ആ എളാപ്പയുടെ മോനാണ് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാനായ നബി തങ്ങളോട് ഒരു സംശയം ചോദിക്കാൻ ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ്, തങ്ങൾ ഒട്ടകപ്പുറത്താണ്, ആ പെൺകുട്ടി താഴെയാണ്. അവിടുത്തെ വാപ്പയെ കുറിച്ചാ ചോദിക്കുന്നത്. നബിയെ, എൻ്റെ ഉപ്പാക്ക് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അടുത്ത വർഷം എൻ്റെ ഉപ്പാക്ക് വേണ്ടി എനിക്ക് പകരം ഹജ്ജ് ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം. പാടുണ്ട്, നിങ്ങൾ ചെയ്തേക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ മഹാനായ ഫദ്ൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം നബി തങ്ങൾ ഇങ്ങനെ തിരിച്ചു പിടിക്കുന്നുണ്ട്. ഫദ്ൽ എന്നവർ വലതുഭാഗത്ത് കൂടെ നബി തങ്ങളോട് ചോദിക്കാൻ വന്ന ആ പെണ്ണിനെ നോക്കാതിരിക്കാൻ വേണ്ടി ഫദ്ൽ എന്നവരുടെ മുഖം അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു കൊടുക്കുന്നത് സ്വഹാബിമാർ കാണുന്നു. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്നവരുടെ മുഖം അങ്ങ് തിരിക്കുന്നത് കണ്ടല്ലോ, എന്തേ അതിന് കാരണം? നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? റഅയ്തു ശാബ്ബൻ വശാബ്ബ ഫലമ്മ മൻ അലൈഹിമ ശൈത്വാൻ. ഞാനൊരു ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരിയെയും അല്ലേ കാണുന്നത്. താഴെ നിൽക്കുന്നത് ഒരു ചെറുപ്പക്കാരി പെണ്ണാണ്, എന്റെ കൂടെ നിൽക്കുന്ന ഫദ്ൽ എന്നവരെ യുവാവാൻ.
ആ യുവാവും ആ യുവതിയും കണ്ണുകൊണ്ട് ഹറാമായ ഒരു നോട്ടം അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കിടയിൽ പിശാച് വരുമോ എന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ടാണ് ആ പെണ്ണിനെ നോക്കാതിരിക്കാനാണ് ഞാൻ മുഖം തിരിച്ചത് എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ ഇതൊരു അങ്ങാടിയിലോ ഒരു ഷോപ്പിംഗ് മാളിലോ നടന്ന സംഭവമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഹജ്ജിന്റെ സമയമാണ്. സ്വഹാബിമാർ മുഴുവനും കരഞ്ഞുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന അറഫ ഭൂമിയിലാണ് അല്ലാഹുവിന്റെ ഹബീബ് പിശാച് വരുമോ എന്ന് പേടിച്ചത്. തസ്കിയത്താണത്. നമ്മുടെ കണ്ണുകളെ ആരെങ്കിലും തിന്മകളിലേക്ക് നോക്കാതെ, അത് തന്റെ മൊബൈൽ ഫോണിലാണെങ്കിൽ തന്നെയും നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ആണെങ്കിലും സ്ക്രീനിലോ അല്ലാതെയോ ആണെങ്കിലും അല്ലാഹു അരുതെന്ന് പറഞ്ഞതിനെ നോക്കാതെ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ റസഖഹുല്ലാഹു ഇബാദതൻ യജിദു ഹലാവതഹാ, നിങ്ങൾക്ക് അല്ലാഹു അതിന് പകരം നൽകുന്നത് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ആരാധനയാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ ഹറാമിലേക്ക് നോക്കാതിരുന്നാൽ അതിന് പകരമായി അല്ലാഹു നൽകുന്നത് റസഖഹുല്ലാഹു ഇബാദതൻ യജിദു ഹലാവതഹാ, മാധുര്യമുള്ള സുജൂദിൽ നിന്ന് തലപൊക്കാൻ തോന്നാത്ത വിധം നോമ്പിന്റെ വിശപ്പിന്റെ കാഠിന്യത്തിലും ആസ്വദിച്ച് നോമ്പെടുക്കാൻ കഴിയുന്ന വിധം, യാത്രാക്ഷീണവും ക്ലേശവും ഉണ്ടായിരിക്കെ തന്നെ ഉംറയും ഹജ്ജും ആനന്ദിക്കാൻ കഴിയുന്ന വിധം അല്ലാഹു നിങ്ങൾക്ക് ഇബാദത്തിന്റെ മാധുര്യം നൽകും. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി കണ്ണുകളെ സൂക്ഷിക്കുകയാണെങ്കിൽ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം